നമസ്തേ, സ്വാഗതം ഫാബ്ലൈൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ ഷോർട്ട് വീഡിയോയിലേക്ക്. ഞാൻ ലിജി ഫ്രം ഫാബ്ലൈൻസ്. ഞങ്ങളുടെ സ്ഥലം മയിലാടി, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ബാന്ധിനി റണ്ണിങ് മെറ്റീരിയൽസ് പിന്നെ കോട്ടൺ ബുട്ട ആൻഡ് ഡെനിമാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ഓരോ മെറ്റീരിയൽസ് ആയിട്ട് കാണാം. ഇത് നാച്ചുറൽ ഡൈഡ് ഒറിജിനൽ ബാന്ധിനി റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. മിനിമം ഓർഡർ ക്വാണ്ടിറ്റി 2.5 മീറ്റേഴ്സ് അല്ലെങ്കിൽ 5 മീറ്റേഴ്സ്, അങ്ങനെ മൾട്ടിപ്പിൾസ് ഓഫ് 2.5 മീറ്റേഴ്സ് ആണ്. 42 ഇഞ്ച് വിഡ്ത്ത്, 260 റുപ്പീസ് പെർ മീറ്റർ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഈ കോട്ടൺ ബുട്ട കാണിക്കുന്നുണ്ട്. കോട്ടൺ ബുട്ട ഇതാണ് ഫാബ്രിക്കിൻ്റെ നേച്ചർ. ഇത് ദുപ്പട്ടയ്ക്ക് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, നമുക്ക് ടോപ്പും ചെയ്യാം. ലൈനിങ് വെച്ചിട്ട് വേണം ടോപ്പ് ചെയ്യാൻ. ഇത്രയാണ് തിക്നെസ് വരുന്നത്. ഈ ബാന്ധിനിയെ നമുക്ക് കോട്ടൺ ബുട്ടയുടെ കൂടെ ദുപ്പട്ടയായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇങ്ങനെ വേണമെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. ഓർഡർ ചെയ്ത നമ്പേഴ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കോട്ടൺ ബുട്ട 58 ഇഞ്ച് വിഡ്ത്താണ്, 240 റുപ്പീസ് പെർ മീറ്റർ. ബാന്ധിനിയിലെ നെക്സ്റ്റ് കളർ ഇത് ഇങ്ങനെ വരും. 42 ഇഞ്ച് വിഡ്ത്ത്, 260 റുപ്പീസ് പെർ മീറ്റർ. ഇത് പ്യുവർ കോട്ടൺ ആണ്. കോട്ടൺ ബുട്ട അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് ഇങ്ങനെ. കോട്ടൺ ബുട്ടയിൽ ഈ ഷെയ്ഡ് 58 ഇഞ്ച് വിഡ്ത്ത്, 240 റുപ്പീസ് പെർ മീറ്റർ. നെക്സ്റ്റ് കോമ്പിനേഷൻ പീച്ച് ആൻഡ് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ബാന്ധിനി വരുന്നത്. ബാന്ധിനി മാത്രം വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട്. ഓർഡർ ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് എത്ര മീറ്റർ വേണമെന്ന് പറയുക. ഇത് കോട്ടൺ ബുട്ടയിലെ ഓറഞ്ച് ഷെയ്ഡ്, ഓറഞ്ച് അല്ല പീച്ച് ഷെയ്ഡ് ഇങ്ങനെ വരും. തിക്നെസ് ഇതാണ് കോട്ടൺ ബുട്ടയുടെ വരുന്നത്. ലൈനിങ് കമ്പൽസറി ആണ്. ലൈനിങ് ഇട്ട് ടോപ്പ് ചെയ്തിട്ട് ബാന്ധിനി ദുപ്പട്ടയും കൂടെ പെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഈ കോമ്പിനേഷൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ. ബാന്ധിനി 260 റുപ്പീസ് പെർ മീറ്റർ, കോട്ടൺ ബുട്ട 240 റുപ്പീസ് പെർ മീറ്റർ. നെക്സ്റ്റ് കോട്ടൺ ബുട്ട വരുന്നത് യെല്ലോ, ലെമൺ യെല്ലോ. കോട്ടൺ ബുട്ടയുടെ ചെറിയ ബണ്ടിൽ വന്നപ്പോൾ എനിക്ക് കാണിക്കാൻ എളുപ്പമുണ്ട്. തിക്നെസ് ഇതാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. ലൈനിങ് വെച്ചിട്ട് വേണം എടുക്കാൻ. ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ മെയിൻ വീഡിയോസ് സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ വീക്ക്ലി 3 ദിവസങ്ങളിൽ വരുന്നുണ്ട്. ഷോർട്ട് വീഡിയോ ബാക്കി ദിവസങ്ങളിലെല്ലാം ഉണ്ടാവും. ഇത് എല്ലാ ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ഇതിങ്ങനെ കോമ്പിനേഷൻ റെഡ് ബാന്ധിനിയും ഈ യെല്ലോയും കൂടെ പെയർ ചെയ്യാം നമുക്ക്. ഇതിൽ ബാന്ധിനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതും ഇതിൻ്റെ കൂടെയും പെയർ ചെയ്യാം. ഇനി കോട്ടൺ ബുട്ടയുടെ വേറൊരു ടൈപ്പ് ഫാബ്രിക് ഒരു സോഫ്റ്റ് കോട്ടണിൽ വരുന്നു, ഇങ്ങനെ വരും. നമുക്ക് ഡെനിമിൻ്റെ കൂടെയൊക്കെ ടോപ്പായിട്ട് വേണമെങ്കിലും പെയർ ചെയ്യാം. 58 ഇഞ്ച് വിഡ്ത്ത്, 240 റുപ്പീസ് പെർ മീറ്റർ. ഇനി ഒരു സോഫ്റ്റ് ഡെനിമിൻ്റെ നേച്ചറുള്ള ഒരു കോട്ടൺ ഫാബ്രിക് തന്നെയാണ്. കോട്ടൺ ബുട്ടയുടെ കാറ്റഗറിയിൽ പെട്ടത് തന്നെയാണത്. ഒരു ഡെനിമിൻ്റെ ഫീൽ തരും, പക്ഷേ ഡെനിമിനേക്കാൾ തിക്നെസ് വളരെ കുറവാണ്. 58 ഇഞ്ച് വിഡ്ത്ത്, 240 റുപ്പീസ് പെർ മീറ്റർ. നെക്സ്റ്റ് ഒരു സിന്തറ്റിക് കണ്ടൻ്റ് ഉള്ള കോട്ടൺ മിക്സ് ഉള്ള ഫാബ്രിക് ഇങ്ങനെ. ലൈനിങ് ഇല്ലാതെ ടോപ്പ് ചെയ്യാനില്ലാതെ നമുക്ക് പറ്റും. 58 ഇഞ്ച് വിഡ്ത്ത്, 240 റുപ്പീസ് പെർ മീറ്റർ. നമ്മൾ പിങ്ക് ഹക്കോബ കാണിച്ചതിൻ്റെ കൂടെ എല്ലാം പെയർ ചെയ്യാൻ നല്ലതാണ്. ഇനി നമ്മൾ ഡെനിം, സോഫ്റ്റ് ഡെനിം. ഇത് 58 to 60 ഇഞ്ചസാണ് ഡെനിമിൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പം നമ്മൾ നല്ല വീതി ഉള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിഡ്ത്ത് വൈസ് ലെങ്ത് വൈസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം. നോർമൽ ഒരു കുർത്തി ചെയ്യുകയാണെങ്കിൽ 1.75 മീറ്റേഴ്സ് ഇനഫാണ്. ഡെനിം 58 ഇഞ്ച് വിഡ്ത്ത്, 280 റുപ്പീസ് പെർ മീറ്റർ. നെക്സ്റ്റ് ഡെനിം. ഇത് ഡെനിമിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, തിക്ക് ഫാബ്രിക്കാണ്. ഇത് ഡെനിം ഇങ്ങനെ വരും. 58 ഇഞ്ച് വിഡ്ത്ത്, 280 റുപ്പീസ് പെർ മീറ്റർ. അടുത്ത് ഡോട്ടഡ് ഡെനിം, സ്മോൾ ഡോട്ട്സ് വരുന്നു. 58 ഇഞ്ച് വിഡ്ത്ത്, 280 റുപ്പീസ് പെർ മീറ്റർ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മെയിൻ വീഡിയോസ് എല്ലാം കാണുക. ഈ നമ്മുടെ ചാനലിൻ്റെ ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് അടുത്തൊരു ഷോർട്ട് വീഡിയോയിൽ കാണാം. ഷോർട്ട് വീഡിയോയിലും മെയിൻ വീഡിയോയിലൊക്കെ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.